ഇന്നുണ്ടല്ലോ രാവിലെ തന്നെ ഡോറ് തുറന്നപ്പോൾ നല്ല മഴയാണ് കേട്ടോ. പുറത്ത് കുറച്ച് നേരം മഴ അങ്ങോട്ട് നോക്കി നിന്നിട്ടുണ്ടപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്ത്. ഇഡലി മാവിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പൊങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോൾ അതേ നന്നായിട്ട് പൊങ്ങി ആ പാത്രത്തിൻ്റെ മുകളിൽ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിന് ഭയങ്കര സമാധാനമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഇഡലി മാവിനെ അരച്ച് വയ്ക്കുമ്പോൾ എന്തായാലും 2 ദിവസത്തെയും കൂടിയാണ്ട് അരച്ച് വയ്ക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഇഡലി നാളെ ദോശ, അതാണ് നമ്മുടെ ഒരു കണക്ക് കേട്ടോ. അപ്പോൾ ഇനി ഇഡലി ഇന്ന് ഉണ്ടാക്കട്ടെ, നാളെ നമുക്ക് ദോശ നല്ല പരത്തി അങ്ങോട്ട് ചുട്ടു കൊടുക്കാം കേട്ടോ അല്ലേ. അപ്പോൾ ഇനി ഇഡലിക്ക് അപ്പോൾ സാമ്പാർ വേണം, ചമ്മന്തി വേണം. അപ്പോൾ ഈ സാമ്പാറിനായിട്ട് ഫ്രിഡ്ജ് തിരഞ്ഞപ്പോൾ 2-3 കഷ്ണങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ട് അത് വെച്ചൊരു സാമ്പാർ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചൊരു തട്ടിക്കുട്ട് സാമ്പാർ. അതെ, അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഏകദേശം കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും നമ്മുടെ ഇഡലി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് അത്. ഇഡലി ഒന്ന് ചൂടാറാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കതൊരു സ്പൂണും കൊണ്ട് ചുറ്റിച്ച് നമുക്ക് കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ. അത് ഞാൻ തേങ്ങാ ചമ്മന്തി ആണ് കേട്ടോ. പച്ചമുളക് ഇട്ട് തന്നെ തേങ്ങാ ചമ്മന്തി വേണമെന്ന് ഇവിടെ നിർബന്ധമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അതെ ധൃതി പിടിച്ചാണെങ്കിൽ നമ്മുടെ എല്ലാ സംഭവങ്ങളും റെഡി ആയിട്ടുണ്ട് കേട്ടോ. സാമ്പാർ റെഡി ആയിട്ടുണ്ട്, ചമ്മന്തി റെഡി ആയിട്ടുണ്ട്, ഇഡലി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിച്ച് തീർത്താൽ മതി. ഇനി ഞാൻ വേഗം ഒന്ന് അങ്ങോട്ട് കഴിക്കാം.